ഹലോ പീപ്പിൾ, ദിബിൻ മൂവീസിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. 2025 മെയ് 8-ന് മനു സ്വരാജ് സംവിധാനം ചെയ്ത് തിയേറ്ററിൽ പുറത്തിറങ്ങിയ ഒരു കോമഡി ചിത്രമാണ് പടക്കളം. കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിരിക്കുന്നത് സുരാജ് വെഞ്ഞാറമ്മൂട്, ഷറഫുദ്ദീൻ, പ്രദീപൊക്കെയാണ്. സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഗംഭീര സിനിമ, നല്ല കോമഡിക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ. ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. നല്ല അഭിപ്രായം, എല്ലാം കരസ്ഥമാക്കിയ ഒരു സിനിമ തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. എനിക്ക് ആ സമയത്ത് പരീക്ഷയായിരുന്നു. ഈ OTT ഇറങ്ങിയപ്പോഴാണ് സിനിമ കണ്ടത്. സിനിമ ഒരു പ്രതീക്ഷയില്ലാതെ കയറി കണ്ടത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. 2 മണിക്കൂറും 8 മിനിറ്റാണ് സിനിമയുടെ റണ്ണിങ് ടൈം. അപ്പം ഇത്രയും സമയം ചിലവഴിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. സിനിമ ഇഷ്ടപ്പെടാതിരിക്കാം, നിങ്ങളുടെ ഒരു ചോയ്സ് ആയിരിക്കും. പക്ഷെ ഒരു ഭൂരിപക്ഷം എന്റെ മനസ്സ് പറയുന്നു ഇഷ്ടപ്പെടുന്നതായിരിക്കും. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സിനിമയുടെ കഥയെന്ന് പറയുന്നത്, ഈ ഷറഫുദ്ദീൻ എന്ന ക്യാരക്ടർ ഒരു പ്രൊഫസറായിട്ടാണ്. അത് മാത്രമല്ല നമ്മുടെ സുരാജ് ഏട്ടനും പ്രൊഫസറാണ്. അപ്പം ഇവര് തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ട്. ഈ ക്ലാഷ് നടക്കുകയാണ്. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ഒരു ഈഗോ ഉണ്ട്, പക്ഷെ ഇദ്ദേഹത്തെ അത് കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പോ പകൽമാനിയെ ഷറഫുദ്ദീൻ അങ്ങനെയാണ്. ഒരു ഒരു മാന്ത്രികമായിട്ടുള്ള ഒരു സംഭവം, ലൂഡോ പോലെ കളിക്കുന്ന ഒരു സംഭവം ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ പകട കളി, പണ്ടത്തെ ഈ പകട കളിച്ച് ഓരോരുത്തരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു ഡാർക്ക് മാജിക് പോലെയാണ് സംഭവം കാണിച്ചിരുന്നത്. നല്ലൊരു അഡ്വഞ്ചർ മൂവിയാണ്. അപ്പം അദ്ദേഹത്തിന്റെ ബ്ലഡോ അദ്ദേഹത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ ഇത് ഷറഫുദ്ദീൻ കൺട്രോൾ ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഒരു പയ്യൻ അത് കണ്ടുപിടിക്കുകയും ഈ ഷറഫുദ്ദീനെ എങ്ങനെ തടയാനുള്ള കഥയൊക്കെയാണ് സിനിമയുടെ പ്രധാനമായിട്ട് പറഞ്ഞു പോകുന്നത്. ഈ പച്ച മലയാളത്തിൽ പറയുന്ന ഈ ബോഗൻ സിനിമയിൽ പറയും പോലെ തന്നെയാണ്, കൂട് വിട്ട് കൂട് മാറുക ശരീരത്തിൽ നിന്ന്. അങ്ങനത്തെ ഒരു സിനിമയുണ്ട്. പക്ഷെ അതിനെങ്ങനെ വെറൈറ്റി ആയിട്ട് ഇറക്കാന്ന് ഈ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട്. അത് കോപ്പി അടിക്കാതെ എങ്ങനെ വെറൈറ്റി ആയിട്ട് ഇറക്കാന്ന്, അതാണ് ആ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. നല്ല ഫണ്ണുമാണ്, എന്നാൽ വില്ലൻസും ഉണ്ട്, എന്നാൽ നടന്മാരെല്ലാം ഉണ്ട്. നടന്മാരെ എടുത്ത് പറയേണ്ട കാര്യമില്ലേ, 3 പേര് നടന്മാര് തന്നെ. കാരണം അവരുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഇതിൽ ഏതാണ് ഒറിജിനൽ നടന്നത്. അപ്പൊ 3 പേരും എല്ലാം, വന്നവരും പോയവരും എല്ലാം നല്ല വൃത്തിയാ ആഘോഷിച്ച് നല്ല പെർഫോമൻസ് ചെയ്ത സിനിമ തന്നെ പറഞ്ഞിട്ടിരുന്നു പടക്കളം. പിന്നെ സുരാജേട്ടന്റെ കോമഡി, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ നല്ലൊരു കോമഡി എനിക്ക് കാണാൻ പറ്റിയത്. അപ്പം അതിൽ ഞാൻ സന്തോഷവാനാണ്. പിന്നെ ഷർഫുദ്ദീന്റെ ട്രാൻസ്ഫർമേഷൻ, ആ ചേട്ടന്റെ ട്രാൻസ്ഫർമേഷൻ ആണ് പറയേണ്ടത്. മികച്ച ട്രാൻസ്ഫർമേഷൻ. അദ്ദേഹത്തിന് കോമഡിയും വില്ലനിസവും നടനും എല്ലാം കാണിച്ചു തരാൻ പറ്റുന്നു, ഈ സിനിമയിൽ കാണിച്ചു തരാൻ പറ്റുന്നുണ്ട്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. ഈ സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ വഴി അവൈലബിൾ ആണ്. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം, കാഴ്ചപ്പാടാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട്.